ഗായ്സ്, അപ്പോൾ ഇത് പാർട്ട് 2 ആണ്. ഇതിൻ്റെ അകത്ത് അവർ ഫസ്റ്റ് ആ ഒരു ക്ലീൻ ചെയ്ത് ആവശ്യമുള്ള മീൻ ക്ലീൻ ചെയ്തിട്ട് അവർ ആ ഗിൽസൊക്കെ കളഞ്ഞിട്ട് ഒരു കൊട്ടയിലാക്കി കൊണ്ടുപോയി കടലിൽ കൊണ്ടുപോയി കഴുകി എടുത്തിട്ടാണ് വരുന്നത്. നല്ല വൃത്തിക്ക് അത് ഓരോന്നും എടുത്തെടുത്ത് നല്ല ക്ലീനായിട്ട് കഴിയും. നമ്മളെന്തായാലും ഇനി ഇത് കഴിക്കാൻ പോകുന്നതാണ്. പിന്നെ ബാക്കിയുണ്ടായിരുന്ന ഫിഷ് അവിടെ തന്നെ ഒരു കുഴിയെടുത്ത് നമ്മൾ പോകുമ്പോൾ വൈകിട്ടാകുന്നതുകൊണ്ട് കുഴിയെടുത്തിട്ട് അതിൻ്റെ അകത്ത് മൂടി വയ്ക്കുമായിരുന്നു. സോ അത് ഫ്രഷ് ആയിട്ടിരിക്കുമ്പോഴും നമ്മൾ പോകുന്ന സമയത്ത് അത് തിരിച്ചെടുത്തപ്പോഴും വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ ഈ മീനിൻ്റെ അകത്തേക്ക് വരയിട്ടു. നമ്മൾ അതിൻ്റെ അകത്തേക്ക് നന്നായിട്ട് മസാല പിടിക്കാനായിട്ട് നന്നായിട്ട് വരയിട്ടു. പിന്നെ ഒരു പേസ്റ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഐറ്റംസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞൾ പൊടിയും മല്ലിപ്പൊടിയും മസാലപ്പൊടിയും പിന്നെ അതേപോലെ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഒക്കെ ഇട്ടിട്ട് അതെല്ലാം മീനിലും നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചു. അവർ എണ്ണ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ ഒരു സ്ലൈസ് കുറച്ച് നാരങ്ങയും പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം മീനിലും നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം പിന്നെ അവർ ഫോയിൽ വെച്ചിട്ട് അത് നന്നായിട്ട് കവർ ചെയ്തു. പിന്നെ ഇതിൻ്റെ അകത്ത് ഒട്ടും അവർ എണ്ണ ഇട്ടിട്ടില്ല. പിന്നെ അവർ ഗ്രില്ല് പ്രിപ്പയർ ചെയ്യുന്നതാണ്. അവിടെ തന്നെ ആക്ച്വലി കുറേ അബാൻഡൻഡ് ആയിട്ടുള്ള ദ്വീപാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് തീ കത്തിക്കാനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ ആവശ്യത്തിനുണ്ട്. പിന്നെ ഈ ഒരു അവർ യൂസ് ചെയ്യുന്ന ബാർബിക്യൂവിൻ്റെ സംഭവം അവർ യൂഷ്വലി യൂസ് ചെയ്യുന്നതായതുകൊണ്ട് അത് അവിടെ തന്നെ ഉണ്ടായിരുന്നു. അതെടുത്തിട്ട് അവർ തീ ഉണ്ടാക്കിയിട്ട് പിന്നെ ഓരോ ചിരട്ടയും അതേപോലെ തന്നെ തീ കത്തിക്കാനൊക്കെ ഇട്ട്